ഷെറിന്റെ പെർഫോമൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഷെറിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ രാഹുലാണ് ഇന്ന് വേദിയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഡോക്ടർ രാഹുൽ. ഡോക്ടർ രാഹുൽ കിംസ് ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്, അതുപോലെ അക്യുപങ്ചർ സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലേ? അതിനെന്താ പറയുന്നത്? അക്യുപഞ്ചർ തെറാപ്പിസ്റ്റ് ആണ്. അക്യുപഞ്ചർ തെറാപ്പിസ്റ്റ് എന്നാണ് പറയുന്നത്. അതെ അതെ, യോഗ ടീച്ചറാണ്. ആഹാ, എന്താണ് പെർഫോമൻസ്? എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? അടുത്ത കാലത്ത് വലിയൊരു വിവാദമുണ്ടാക്കിയൊരു കാര്യമാണ് നന്ദൻകോട് ഒരു കൂട്ടക്കൊല നടന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത് അസ്ട്രൽ പ്രൊജക്ഷൻ എന്നാണ്. എന്താണ് അസ്ട്രൽ പ്രൊജക്ഷൻ? ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്തിറക്കി മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും തിരിച്ചു വന്ന് ശരീരത്തിൽ കയറുകയും ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അസ്ട്രൽ പ്രൊജക്ഷൻ്റെ കൺസെപ്റ്റ്. പണ്ട് കാലം മുതൽക്കേ അസ്ട്രൽ പ്രൊജക്ഷൻ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കഥകളായിരിക്കാം, കൺസെപ്റ്റുകളായിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ കഥകളായി നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്നു. മോഡേൺ സയൻസ് പറയുന്നത് അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണെന്നാണ്. ഇത്തരം ഭാവനാ സൃഷ്ടികൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കലാരൂപമാണ് അടുത്തായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ വിശ്വാസ്യത വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡോക്ടർ, ഒരു മെഡിക്കൽ ഡോക്ടർ ആവശ്യമാണ്. അതുകൂടാതെ ഞാൻ ഒരാളെ കൂടി എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ കുട്ടിയോട് പറഞ്ഞിരുന്നു, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നോട് പറഞ്ഞിരുന്നു, ഒരു ചിത്രം വരച്ച് പേപ്പർ കവറിലാക്കി സീല് ചെയ്ത് ഒരാളെയും കാണിക്കാതെ, എന്നെയോ ചുറ്റുമുള്ള ഒരാളെ പോലും കാണിക്കാതെ കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞിരുന്നു. കയ്യിലുണ്ടോ? ഉണ്ട്. വരാമോ? എന്താ പേരൊന്ന് പരിചയപ്പെടുത്തും? ഗീതു. എവിടുന്നാണ്? പേയാട്. ഓക്കെ. ഗീതു കസേരയിൽ ഇരുന്നോളുക. ഗീതു ചെയ്യേണ്ടത് ആ കവറ് കൈയുടെ ഇടയ്ക്ക് വെച്ചോളൂ, 2 കൈയുടെ ഇടയ്ക്ക് വെച്ചോളൂ. അതിൽ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞിരുന്നല്ലോ. ചിത്രത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾ വരച്ചത് ആ ചിത്രം മാത്രം നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഓർത്തുകൊണ്ടേയിരിക്കുക. റിലാക്സ് ചെയ്യുക. ഒന്ന് ദീർഘമായിട്ട് ശ്വാസം എടുത്തു വിടുക. ഓക്കെ. മറ്റൊന്നും ശ്രദ്ധിക്കണ്ട. ആ ചിത്രം മാത്രം, നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിത്രം മാത്രം ശ്രദ്ധിക്കുക. റെഡി? ഡോക്ടർ വരാം. ഡോക്ടർ ചെയ്യേണ്ടത് എൻ്റെ പൾസ് ഒന്ന് പരിശോധിക്കുക. പൾസ് പരിശോധിച്ചതിന് ശേഷം പരിശോധിക്കുന്നത് ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടി മൈക്കിൽ ടാപ്പ് ചെയ്യുക. അതേ സമയത്ത് തന്നെ ടാപ്പ് ചെയ്യുക. പൾസ് പോയി. പൾസില്ല. ഷെറിൻ, are you okay? Yes. Okay. എൻ്റെ മനസ്സിൽ ഒരല്പസമയം നേരത്തേന് പുറത്തു പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം ഞാനൊന്ന് എനിക്കൊരു സംശയം. ഷെറിനോട് ചിത്രം വരയ്ക്കാണ്. ഇതിനിടയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് പൾസ് പോയോ? സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ പൾസ് ഉണ്ടായിരുന്നു. ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൾസ് ഉണ്ടായിരുന്നു. ഞാൻ ആ പൾസിനനുസരിച്ചാണ് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെ പറഞ്ഞത്. അപ്പം ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ പോലെ
പൾസ് കേട്ടില്ല. അതുകൊണ്ടാണ് ടാപ്പ് അവിടെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാനും ഞെട്ടി, കൈ മരവിക്കുകയും ചെയ്തു. ഓക്കെ, ഗീതു ഒന്ന് വരാമോ? ഗീതുവിൻ്റെ കയ്യിലൊന്ന് മൈക്ക് കൊടുക്കും. ഗീതു ചിത്രം വരച്ചത് ഒരാളെ പോലും കാണിച്ചിട്ടില്ല. നമ്മൾ രണ്ടുപേരും തമ്മിൽ നേരത്തെ ഒരു പരിചയമില്ല. പ്രോഗ്രാമിന് തൊട്ട് മുമ്പാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ? ഓക്കെ. ഈ വരച്ചത് ഞാൻ കണ്ടിട്ടില്ല, ചുറ്റുമുള്ള ആരും കണ്ടിട്ടില്ല, ക്യാമറയിൽ ഒരിടത്തും കാണിച്ചിട്ടില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഗീതു വരച്ച ചിത്രം ഒന്ന് തുറന്ന് കാണിക്കാമോ? ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് കാണിക്കാമോ? എന്താണത്? ഒരു കാറാണോ? ഓക്കെ. സാധാരണ ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. ഓക്കെ. കുറച്ച് നേരത്തേന് അൺകോൺഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക കോൺഷ്യസിലായിരുന്ന എനിക്ക് ഫീൽ ചെയ്തത് ഗീതു വരച്ച ചിത്രം ഒന്ന് കാണിച്ചോളൂ, ഇതാണ് എന്നുള്ളതാണ്. താങ്ക് യു ഗീതു. അതല്ല, ഇവിടെ കണ്ടോ, ബാക്ക് വീലിൽ കണ്ടോ ഒരു എംബ്ലം, ബെൻസിന്റെ പോലത്തെ ഒരു എംബ്ലം. ഓ, 2 വീൽ ഡിഫറൻ്റ് ആണല്ലേ? അടിപൊളി. താങ്ക് യു ഗീതു. ഈ ആക്ട് ക്ലോസ് ചെയ്യുന്നതിന് മുൻപായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊരു കൊലപാതകം വരെ നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കൺസെപ്റ്റ് മാത്രമാണ്, ഒരു വിശ്വാസം മാത്രമാണ് ഇത്. ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു അന്ധവിശ്വാസം മാത്രമാണ്. ആത്മാവെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി തിരിച്ച് ഇഷ്ടമുള്ളപ്പോൾ കയറി വരാൻ പറ്റുന്ന ഒരു വസ്തുവല്ല. ആത്മാവെന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു കൺസെപ്റ്റാണ്. മനസ്സിന് പറഞ്ഞിരുന്ന ഒരു പേര് മാത്രമാണ്. ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിന് പറയുന്ന ഒരു പേര് മാത്രമാണ് ആത്മാവ്. അന്ന് അതിനെ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പെർഫോമൻസ് ഒരു മാജിക് പെർഫോമൻസ് മാത്രമാണ്. ഇത് കണ്ട് അസ്ട്രൽ പ്രൊജക്ഷൻ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഹോപ്പ് യു എൻജോയ് ദ പെർഫോമൻസ്. താങ്ക് യു.